ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് കടുകുമാങ്ങ അച്ചാറാണ്. വളരെ ലളിതമായ രീതിയിൽ രുചികരമായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സദ്യ മോഡൽ കടുകുമാങ്ങ അച്ചാർ. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കടുകുമാങ്ങ അച്ചാറിലേക്ക് പോകാം. അപ്പോൾ കടുകുമാങ്ങ അച്ചാറിന് വേണ്ടി എനിക്ക് 5 മാങ്ങ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ തന്നെ നാടൻ മാങ്ങയാണ്. മാങ്ങ സീസണാണ്, എല്ലാവർക്കും മാങ്ങ വീട്ടുകളിൽ കാണും. അപ്പോൾ നമുക്ക് മാങ്ങ കഴുകി എടുത്തിട്ടുണ്ട്. മാങ്ങ ഇനി കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിന് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇനി അരിഞ്ഞെടുക്കാം. അപ്പം മാങ്ങ നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മൊത്തം അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിതിൽ ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുകൂടി നമുക്ക് ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൽ ചേർത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. സ്പൂണോ തവിയോ ഒന്നും ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ പറ്റത്തില്ല. നമ്മൾ കൈ കൊണ്ട് ഉപയോഗിച്ച് നല്ലതുപോലെ അമർത്തി തന്നെ ഇതിന് മിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഈ മാങ്ങയിലേക്ക് നല്ലതുപോലെ പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഉപ്പും മഞ്ഞളും ഒക്കെ നല്ലതുപോലെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ മാങ്ങയിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഉപ്പും മാങ്ങയുടെ നീരുമൊക്കെ ചേർന്ന് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കാശ്മീരി പൊടിയാണ് ഏറ്റവും നല്ലത്, കളറൊക്കെ കിട്ടുന്നത്. ഇതിപ്പോൾ സാധയാണ്. നമുക്ക് ഏകദേശം ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 5 മാങ്ങ, ചെറിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 2 സ്പൂൺ മുളക് പൊടി. പിന്നീട് നമുക്കതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് കായപ്പൊടി കൂടുതൽ ചേർക്കാം. വളരെ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ നമ്മളിതിന് മെയിൻ കണ്ടെത്തുന്നത് കടുകാണ്. അത് കടുക് നമ്മൾ മിക്സിയിൽ പച്ച കടുക് പൊടിച്ചെടുത്തതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് എടുത്തതാണ്. അത് ഒരു 2 സ്പൂണോളം നമുക്ക് ആ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് മാങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മാങ്ങ എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ചുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അത് ഫ്രഷ് നല്ലെണ്ണയാണ്, ചൂടാക്കാത്ത നല്ലെണ്ണ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം മിക്സായി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കടുക് വറുത്ത് താളിച്ച് കൊടുക്കുക. അപ്പോൾ കടുക് മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കടുക് മാങ്ങ അച്ചാർ ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ സൂപ്പർ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കടുക് മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, കല്ലറയുടെ കലവറ.